ഹായ് ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണം. ഇന്ന് എൻ്റെ ടാർഗറ്റ് 2 യൂണിഫോം തയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നോക്കാം. ഫസ്റ്റ് നമുക്ക് 2 യൂണിഫോം എങ്ങനെയാണ് തയ്ക്കുന്നത് നോക്കാം. അതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു പോകുന്നേ ഉള്ളൂ. സാധാ സിമ്പിൾ ചുരിദാർ തയ്ക്കുന്ന പോലെ തന്നെയാണ് യൂണിഫോമിൻ്റെ ടോപ്പും തയ്ക്കണത്, അതുപോലെ പാൻറ്റൊക്കെ തയ്ക്കണത് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം എന്നുള്ളൊരു നിലക്കാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ഇതിങ്ങനെ കണ്ടു പോകുന്നവർക്ക് അങ്ങനെ കണ്ടു പോവാം. സ്റ്റിച്ചിങ് ഇഷ്ടമുള്ളവർക്ക് എൻ്റെ ഈ ഒരു സംസാരം കൊണ്ട് കുറച്ചും കൂടി മോട്ടിവേഷൻ ആയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ. വീട്ടിൽ മെഷീൻ ഉണ്ടാവും, എന്നാലും അവരതിൽ തൊടില്ല. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അടുത്തുള്ള ആരടുത്തെങ്കിലും ഒന്ന് കൊടുക്കുകയോ അല്ലെങ്കിൽ കടയിൽ കൊണ്ടുപോയി കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഫിനിഷാക്കി കിട്ടുമല്ലോ അല്ലേ. അങ്ങനെ പലരും ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഒന്ന് വ്യത്യസ്തനാവണ്ടേ. പിന്നെ നമുക്ക് നമ്മുടെ പൈസക്ക്, നമ്മൾ ഉണ്ടാക്കുന്ന പൈസക്ക് അല്ലെങ്കിൽ നമ്മളെ ഹസ്ബൻഡുമാരുണ്ടാക്കുന്ന പൈസക്ക് ഒരു വാല്യൂ നമ്മളെപ്പോഴും കൊടുക്കണം അല്ലേ. വെറുതെ അങ്ങ് കളയാൻ നമ്മളുടെ അടുത്ത് പൈസ ഉണ്ടോ? എല്ലാവർക്കും പൈസക്ക് അത്യാവശ്യമാണ് അല്ലേ. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാത്തിനും വില കൂടി വരികയാണ്. അപ്പോൾ നമ്മൾ ഒരാൾ പൈസ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റണമെന്നില്ല അല്ലേ. പാർട്ട്നേഴ്സ് 2 കൂടെ ഒരുമിച്ച് മുന്നേറിയെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ളൊരു ജീവിതം മുന്നോട്ട് നയിക്കാൻ പറ്റുള്ളൂ. കാരണം ഒന്നുമല്ല, എല്ലാ സാധനങ്ങൾക്കും വില കൂടി വരികയാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരാൾ മാത്രം നയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് തികയൂല അല്ലേ. അപ്പോൾ 2 പേരും ഒരുമിച്ച് നയിക്കണം. അപ്പോൾ നമുക്ക് പറ്റിയ ഒരു ജോലി നമ്മൾ ആദ്യം കണ്ടെത്തണം. നമുക്ക് എന്താണോ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് പറ്റുക, നമുക്ക് എങ്ങനെയാണ് അവരെ സഹായിക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിച്ച് നമ്മൾ തന്നെ ഒരു തൊഴിൽ കണ്ടെത്തണം. പണ്ടുള്ള ആളുകൾക്ക് പെണ്ണുങ്ങൾ നയിക്കാൻ വേണ്ടിയിട്ട് പോണത് പറ്റൂല അല്ലേ. ഇപ്പം ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്, ഇജൊക്കെ നയിച്ചു കൊടുന്നിട്ട് വേണോ നമ്മുടെ ജീവിതം പുലരാൻ വേണ്ടിയിട്ട്. അതും അതിൻ്റെ അപ്പുറമുള്ള കുത്തുവാക്കുകളും കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെയാണ് പലരുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക. എന്നാൽ ഈ പറയുന്ന ആളുകളൊന്നും നമുക്ക് തിന്നാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് തരൂല അല്ലേ. പിന്നെ നമ്മൾ തന്നെ നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കണം. അപ്പം ഞാൻ കണ്ടെത്തിയ ഒരു തൊഴിലാണ് സ്റ്റിച്ചിങ് എന്നുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. മോണ്ടിസോറി പഠിച്ചിട്ട് +2 കഴിഞ്ഞ് മോണ്ടിസോറി പഠിച്ചിട്ട് ഓൺലൈനായിട്ട് ട്യൂഷൻ എടുത്ത് കൊടുക്കുക. അതായിരുന്നു ഞാൻ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഞാൻ ഇപ്പോൾ ഓഫ്ലൈനായിട്ട് ഇപ്പോൾ നമ്മളിങ്ങനെ കുറേശ്ശെ ചെയ്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ പലരും നമ്മളെ ഒരു ഭാഗം നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ടിട്ട് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, സമ്പാദിക്കുന്നു. അപ്പോൾ നമുക്ക് വേറൊരാളോടും ചോദിച്ചിട്ട് അതിൻ്റെ എനിക്ക് തരുമോ, ആ പൈസ തരുമോ, അത്ര തരുമോ, അല്ലെങ്കിൽ ഞാൻ പോകുമ്പോൾ എനിക്കതൊന്ന് തരുമോ, അങ്ങനെ ആ ഒരു തരുമോ, അല്ലെങ്കിൽ എനിക്കത്ര വേണം, അങ്ങനെ ആ ഒരു തരുമോ എന്നുള്ളൊരു റിക്വസ്റ്റ് നമുക്ക് കുറേ നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു കിട്ടും. നമ്മൾ നയിച്ചപ്പോൾ എല്ലാം നമ്മളെ കൊണ്ട് കഴിയണം എന്നില്ല. പക്ഷെ എന്നാലും നമ്മളെ കൊണ്ടാവുന്നത് തന്നാലായതെന്നുള്ളതില്ലേ, അത്രയും നമ്മൾ ഒരിത്തിരി ആണെങ്കിലും അത്. അപ്പോൾ അതിന് നമ്മളെ കൊണ്ട് സാധിച്ചാൽ അത് നമ്മുടെ വിജയം തന്നെയാണ്. എന്നാൽ ചില ആളുകളുണ്ട്, എനിക്ക് ഇവിടുന്ന് ഇതിനൊക്കെ ടൈം, ഞാനെന്താ ഇതൊക്കെ ചെയ്യാം, ഞാനെങ്ങനെ ഇതൊക്കെ ചെയ്യാന്നുള്ളൊരു ഒരിതുണ്ടാവും. ഇപ്പം എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കണ ഈ സൗണ്ട് ഉണ്ടല്ലോ, അതിപ്പോൾ ഞാൻ മോർണിംഗിൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുകയാണ്. അതിനിടയിലാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഈ ഒരു സൗണ്ട് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ആയിട്ട് ഒരു ടൈം, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യണത്, എന്ത് ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, ആ ഒരു ആഗ്രഹത്തിൻ്റെ ഒരു ടൈം നമ്മൾ തന്നെ കണ്ടെത്തണം. അതല്ലാതെ നമുക്ക് വേണ്ടിയിട്ട് ഒരു ടൈം ആരും കൊണ്ടുവന്ന് തരില്ല.
എല്ലാവർക്കും 24 അവേഴ്സ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഈ ചെയ്യുന്ന പണികളൊക്കെ ചെയ്യുന്ന പല സക്സസ് ആയിട്ടുള്ള ആളുകൾക്കും ആ 24 അവേഴ്സ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് 48 മണിക്കൂർ ഇല്ല, അവർക്കും 24 തന്നെ ഉള്ളൂ, നമുക്കും 24 തന്നെ ഉള്ളൂ. ആ 24 അവേഴ്സിൽ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ നമ്മൾ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മുന്നേറുക. എല്ലാ ടൈമും നമുക്ക് ഉറങ്ങാനൊന്നും ഊണിനും ഉറക്കിനും നമ്മുടെ ആരോഗ്യത്തിനും നമ്മൾ ടൈം കണ്ടെത്തണം, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഉള്ള ടൈം, ഒരു ക്വാളിറ്റി ടൈം നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ആ ഒരു ടൈം നമുക്ക് അത്യാവശ്യമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം കൊണ്ടുവരും. ഇപ്പോൾ ഞാനിതൊക്കെ പറയുന്നുണ്ട്, ഞാൻ വളരെ സന്തോഷത്തിലാണ്, ഞാൻ വളരെ ഹാപ്പിയിലാണ്, ഞാൻ എല്ലാം നേടിയിട്ടുണ്ട് എന്നുള്ളതല്ല. എനിക്കും ഉണ്ട് ചില പരിമിതികൾ, എനിക്കും ഉണ്ട് സങ്കടങ്ങൾ, എനിക്കും ഉണ്ട് കഷ്ടപ്പാടുകൾ. പക്ഷേ അതിൽ നിന്നൊക്കെ നമുക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അതാണ് നമ്മുടെ യഥാർത്ഥ സക്സസ്. അതല്ലാതെ എപ്പോഴും ജീവിതത്തിൽ സന്തോഷം വരും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല. നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തിയിട്ട് എന്താണോ നമുക്ക് വേണ്ടത് എന്നുള്ളത് നമ്മൾ തന്നെ ഒരു അനാലിസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു സന്തോഷം നമ്മൾ കണ്ടെത്തണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ചില ആളുകളെങ്കിലും കരുതുന്നുണ്ടാവും, ഓക്കിപ്പോൾ അതൊക്കെ പറയാം, ഓളെടുത്ത് ഇപ്പോൾ ഒരു തൊഴിലുണ്ടല്ലോ, സ്റ്റിച്ചിങ് ഉണ്ടല്ലോ, ഓളതൊക്കെ പോയി പഠിച്ചില്ലേ എന്നുള്ളതൊക്കെ. ഞാൻ എവിടെയും പോയി പഠിച്ചതല്ല സ്റ്റിച്ചിങ്. അത് ആദ്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ എവിടെയും പോയി പഠിച്ചതല്ല. ഞാൻ ഈ യൂട്യൂബിലുണ്ട്, നമ്മുടെ കയ്യിൽ നമുക്ക് ഫോണുണ്ടല്ലോ, ഈ വെറുതെ നമ്മൾ ഈ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ കോമഡി കണ്ടിട്ട് കാണണ്ട എന്നല്ല, കാണണം, നമുക്കിഷ്ടമുള്ളതൊക്കെ കാണണം. പക്ഷെ അതിനൊരു ടൈം വേണം. അല്ലാതെ എപ്പോഴും കോമഡികളും കാര്യങ്ങളും മാത്രമായിട്ട് കണ്ടിട്ട് നമ്മളെന്ത് ചെയ്യും, നമ്മുടെ ടൈം വെറുതെ വേസ്റ്റ് ചെയ്യും. അങ്ങനല്ല, നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ കാണാം. ഇപ്പം ആരെടുത്തും ഉണ്ടാവാതിരിക്കൂല ഒരു സ്മാർട്ട് ഫോണും കുറച്ച് നെറ്റും അല്ലേ. ചില ആളുകളുടെയൊക്കെ കയ്യിൽ അൺലിമിറ്റഡ് ആണ് നെറ്റൊക്കെ ഇപ്പോൾ. അപ്പോൾ എയർടെല്ലിൻ്റെ ഒക്കെ സിമ്മൊക്കെ വാങ്ങിയിട്ട് അതിൽ 300 200 കൊടുത്തിട്ട് അൺലിമിറ്റഡൊക്കെ വാങ്ങിയിട്ട് നമ്മൾ വെക്കും. എന്നിട്ട് ഈ അൺലിമിറ്റഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതെങ്ങനെ യൂസ് ചെയ്യണത്? നമ്മൾ ഇതിൽ TV കണക്ട് ചെയ്തിട്ട് അതിൽ അവിടെ കുട്ടികൾക്ക് കാണാൻ കൊടുക്കണം, അങ്ങനെയൊക്കെ അല്ലേ. അപ്പം നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് വേണ്ടിയിട്ടും ഒരു ടൈം, നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ടൊരു ടൈം, നാളത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നാളെ നമുക്ക് എന്തെങ്കിലും അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടോ എന്നുള്ളത് ചിന്തിച്ച് നമ്മൾ അത് കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു 300 റുപ്യക്ക് നമ്മൾ കയറ്റണം. ആ ഒരു റീചാർജ് ഉണ്ടല്ലോ, ആ 300 റുപ്യ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു കിട്ടും. അപ്പോൾ അതാ പറഞ്ഞേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടും. അപ്പോൾ ഇപ്പം ഞാൻ പഠിച്ചത് യൂട്യൂബിൽ നിന്നാണ് കേട്ടോ. യൂട്യൂബിൽ നിന്നാണ് നമ്മൾ സ്റ്റിച്ചിങ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ സ്റ്റിച്ചിങ് പഠിക്കുന്ന ടൈമിൽ ഭയങ്കര കോമഡികളൊക്കെ നടന്നിട്ടുണ്ട്. ആ കോമഡികളിൽ ഒന്നാണ് നമ്മൾ ഇപ്പോൾ നൈറ്റി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഈ നൈറ്റിൻ്റെ തുണിയൊക്കെ ഉണ്ടല്ലോ, വിരിച്ചിട്ടോ നമ്മൾ പുതിയ തുണി വാങ്ങിയിട്ട്, അതായത് പഴയ തുണിയിൽ ഞാൻ ഒരിക്കലും നമ്മുടെ പരീക്ഷണങ്ങൾ ചെയ്തിട്ടില്ല. പുതിയ തുണികൾ വാങ്ങിയിട്ട് അതിലാണ് ചെയ്യുക. പുതിയ തുണി ചെയ്യുമ്പോൾ എന്താ പറയുക, നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും നമ്മളത് ശരിയാക്കും എന്നുള്ളത്. ഒന്നത്. രണ്ടാമത്തെ, തെറ്റിപ്പോകാതിരിക്കാൻ നമ്മൾ കൂടുതൽ ശ്രമിക്കും. പുതിയ തുണിയാണെങ്കിൽ. പഴയ തുണിയാണെങ്കിൽ എന്ത് ചെയ്യും, തെറ്റിയാലും പ്രശ്നമില്ലല്ലോ എന്നുള്ള നിലക്കായിരിക്കും നമ്മൾ തുടങ്ങണത്. പക്ഷെ പുതിയ തുണിയാകുമ്പോൾ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയ തുണിയാണ്, അപ്പോൾ അത് തെറ്റിപ്പോകാതിരിക്കാൻ നമ്മൾ ശ്രമിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്യും, പുതിയ തുണി തന്നെ വാങ്ങിയിട്ട് അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കൂട്ടോ. അപ്പോൾ ഞാനൊരു ദിവസമേ ഇതുപോലെ ഞാൻ എൻ്റെ പുതിയാപ്പിളിനോട് ഇങ്ങനെ ചോദിക്കും, ഞാനൊന്ന് പഠിക്കാൻ പോട്ടെ ഇങ്ങനെ. ആൾക്കന്ന് പഠിക്കാൻ പോയിട്ട് പുറത്ത് പോകണത് തന്നെ, ഞാൻ പുറത്ത് പോകണത് തന്നെ ഇഷ്ടമല്ലായിരുന്നു. ഇപ്പോൾ പ്രശ്നമില്ല കേട്ടോ, ഇപ്പോൾ ആൾ ഭയങ്കര സപ്പോർട്ടാണ്. അന്നത്തെ കാര്യമാണ് പറയണത്. അപ്പം ഞാൻ പഠിക്കാൻ പോട്ടെ ചോദിക്കുമ്പോൾ സമ്മതിക്കൂല. ഇതൊക്കെ എപ്പോഴാണ് ചോദിക്കാന്നറിയോ,
നൈറ്റിൻ്റെ തുണിയൊക്കെ വിരിച്ചിട്ടിട്ട് അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴാണ് കേട്ടോ ആ ചോദ്യം ചോദിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ കട്ട് ചെയ്യണ സമയത്ത് കുറേ ആലോചിക്കും കേട്ടോ, ഇതിപ്പോൾ എങ്ങനെ, ഇതിപ്പോൾ എന്താ ചെയ്യുക, ഇതിപ്പോൾ അങ്ങനെ കുറേ ചിന്തിക്കും. അപ്പോൾ ആ ചിന്തേൻ്റെ അവസാനം നമുക്കൊരു ഉത്തരം കിട്ടൂല. ആ ഉത്തരം കിട്ടാത്ത സമയത്താണ് നമ്മളിത് ചോദിക്കുക. അപ്പോൾ ചോദിക്കുമ്പോൾ എന്താണ്, ഒരു റെസ്പോണ്ടും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, കാണിച്ചു തരാം, ഒരു നാള് ഞാനിതൊക്കെ സ്റ്റിച്ച് ചെയ്ത് കണ്ട് കൊടുക്കും എന്നുള്ളൊരു വാശി നമ്മുടെ മനസ്സിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞാൻ ഈ യൂട്യൂബൊക്കെ നോക്കിയിട്ടാണ് പഠിച്ചതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ യൂട്യൂബിലെ വീഡിയോ ഞാൻ കാണും. ഈ വീഡിയോ കാണുമ്പോൾ ചില ആളുകളുടെ വീഡിയോയിൽ നല്ല മനസ്സിലാകും. ചില ആളുകളുടെ വീഡിയോ എങ്ങനെയാ അറിയോ, പകുതി കാണിച്ചു തരും, എന്നിട്ട് പകുതി ഒന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഈ ഫസ്റ്റിൽ നല്ല ഇതായിരിക്കും കാണിക്കണത്. അപ്പോൾ അവരുടെ ആ വീഡിയോ നമ്മളിങ്ങനെ കണ്ടിട്ട് ഇതൊക്കെ അതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വരച്ച് ഒക്കെ ഇങ്ങനെ വരും കേട്ടോ. പിന്നെ ലാസ്റ്റിക്ക് എത്തുമ്പോൾ അതിൻ്റെ ഫുൾ ഉണ്ടാവില്ല. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ, അന്നത്തെ അവസ്ഥയല്ലേ, 10-11 കൊല്ലത്തിൻ്റെ മുന്നുള്ള കാര്യങ്ങളാട്ടോ ഇപ്പോൾ ഈ പറയണത്. ഇന്ന് കേൾക്കുമ്പോൾ ചിരിയായിരിക്കും, പക്ഷെ അന്നത്തെ അവസ്ഥയിൽ അന്നത്തെ മൈൻഡിൽ അങ്ങ് കരച്ചിലായിരുന്നു സത്യത്തിൽ. അപ്പം ഇത് മുഴുവനും കാണാത്തതുകൊണ്ടേ നമ്മൾ ഈ ഫോണൊക്കെ ചരിച്ച് പിടിച്ചിട്ട് അതിനുള്ളിലൂടെയൊക്കെ ഇങ്ങനെ നോക്കും, ബാക്കി അവർ കാണിക്കുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടേ അങ്ങനെ. അപ്പം അങ്ങനത്തെ കുറേ കോമഡികളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ വീഡിയോയിൽ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ഇടുമ്പോൾ കഴിയണതും ഇങ്ങനെ സ്ലോലി എല്ലാം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അടുത്ത വീഡിയോയിൽ കാണിക്കാതെ തന്നെ ആ വീഡിയോയിൽ തന്നെ എല്ലാം ഇങ്ങനെ, അതായത് വേറെയുള്ള വീഡിയോയിൽ ഉണ്ട് അതൊന്ന് പോയി കാണാം എന്നുള്ളത് ചിലപ്പോൾ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. കാരണം അതും കൂടെ കാണണ്ടേ. എൻ്റെ ഒരു അവസ്ഥ ഞാൻ ഇങ്ങനെയാണല്ലോ വന്നിട്ടുള്ളത്, അപ്പോൾ നമുക്കറിയാലോ. അപ്പം അതുകൊണ്ട് കഴിയണത് ഞാനത് ശ്രമിക്കാറുണ്ട്. പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, എൻ്റെ അയൽവാസികൾ വളരെ നല്ല ആളുകളായിരുന്നു കേട്ടോ. അവരെന്താണെന്നറിയോ, നല്ല ആളുകളെന്ന് പറയാനേ നമുക്ക് കുറച്ച് പണിയുണ്ടാവും. പലരുടെയും അയൽവാസികൾ ചിലപ്പോൾ പാര വെക്കാനായിട്ടാണ് നിൽക്കുക. പക്ഷെ എന്താണെന്നറിയോ, ഞാൻ സ്റ്റിച്ചിങ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന ടൈമിൽ ഇവർ എന്ത് വിശ്വസിച്ചിട്ടാണ് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തരേണ്ടത് എന്നുള്ളത് എനിക്കറിയൂല. ഞാൻ എവിടെയും പഠിച്ചിട്ടില്ല, ഞാൻ എവിടെയും പോയിട്ടുമില്ല, ആർക്കും അടിച്ചും കൊടുത്തിട്ടില്ല. ഇവർക്കൊക്കെയാണ് ഫസ്റ്റ് അടിച്ചു കൊടുക്കണത്. അപ്പോൾ നമ്മുടെ അപ്പുറം ഇപ്പുറമുള്ള ആളുകൾ നമുക്ക് കൊണ്ടുവന്നരും കേട്ടോ, എന്ത് വിശ്വസിച്ചിട്ടാന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഓര് പറയേണ്ടത് എന്താ വെച്ചാൽ, എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ അത് റെഡിയാക്കും എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് അത് ഓൽക്കത് അറിഞ്ഞിട്ടാണോ അതോ ഓൽ ഇന്നൊരു കോൺഫിഡൻസ് ഉണ്ടാക്കുകയാണോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ അവരും കൂടെ എൻ്റെ ജീവിതത്തിലെ വിജയത്തിന് കാരണമാണ് കേട്ടോ. കാരണം ഓരില്ലെങ്കിലേ, ഒരു നമുക്ക് കൊണ്ടുവന്നിട്ടില്ല എന്ന് വെച്ചെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ ഞാൻ പറയും, ഇപ്പം ഞാൻ 2 പേര് പറയാം കേട്ടോ, ബേബി താത്തയും മോത്തി എന്നൊക്കെ പറയും, നമ്മളങ്ങനെയൊക്കെയാണ് വിളിക്കല്. അപ്പോൾ ഞാൻ പറയും ബേബി താത്ത, പിന്നെ നിങ്ങൾ എന്ത് തെറ്റുണ്ടെങ്കിലും പറയണം കേട്ടോ, നിങ്ങൾക്ക് അത് കംഫർട്ടബിൾ അല്ലെങ്കിൽ അത് പറയണം കേട്ടോ. പിന്നെ തെറ്റുണ്ടെങ്കിൽ പറഞ്ഞെങ്കിലാണ് നമുക്കത് തിരുത്താൻ പറ്റുള്ളൂ അടുത്തിൽ. നിങ്ങളത് പറയണം കേട്ടോ എന്നുള്ളത് ഞാൻ പറയും. അല്ലെങ്കിൽ മൊത്തങ്ങളത് പറയണം കേട്ടോ, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചെങ്കിൽ പറയണം കേട്ടോ, അങ്ങനെ പറയും. അപ്പോൾ ഓരത് എനിക്കത് പറഞ്ഞു തരും. ചില ആളുകളുണ്ടാവുമല്ലോ, ആ തെറ്റവിടെ മൂടിയേക്കും, എന്നിട്ട് അടുത്തതിന് അടുത്തത് വീണ്ടും കൊണ്ടുവന്ന് വരും. അപ്പോൾ പിന്നെയും തെറ്റും, അപ്പോൾ അത് പിന്നെയും മൂടിയേക്കും. അങ്ങനെ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നിട്ട് വേറെയുള്ള ആളുകളോട് ചെന്ന് പറയും, ഓളെടുത്ത് കൊടുത്തിട്ടേ അത് അങ്ങനെ അടിച്ചത്, അല്ലെങ്കിൽ അതിങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, എനിക്കത് കൊണ്ടിട്ട് തന്നെ ഇല്ലേനോ, ഒരു ബൗസും ഇല്ലേനോ എന്നുള്ളതൊക്കെ വേറെയുള്ളവരോട് പറയും അല്ലേ. പക്ഷേ എൻ്റെ അയൽവാസികൾ അങ്ങനെയൊന്നല്ല കേട്ടോ. അവർ എൻ്റെ അടുത്ത് തന്നെ പറയും, ഇന്നെ എണ്ണിയാന്നാട്ടോ വിളിക്കൽ. അപ്പോൾ പറയും, പിന്നെ അങ്ങനെയല്ല കേട്ടോ, അത് എനിക്കത് അങ്ങനെ ചെയ്തിട്ടേ എനിക്കത് പറ്റിയിട്ടില്ലേനു, പിന്നെ ഇത് കുറച്ചും കൂടെ ഒന്ന് ശരിയാക്കണം കേട്ടോ, പിന്നെ ഈ ഓപ്പണിൻ്റെ അവിടെ കുറച്ചും കൂടെ ഒന്നും ഇതാക്കണം, ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരണം കേട്ടോ, അല്ലെങ്കിൽ അങ്ങനെ ആക്കണം കേട്ടോ. അങ്ങനെ അവരെനിക്ക് പറഞ്ഞിരുന്നേ. അപ്പം ഞാൻ പറഞ്ഞുതരാം, അത്രയും നല്ല മനസ്സുകളുള്ള ആളുകളുടെ ഇടയിലാണ് ഞാൻ ജീവിക്കേണ്ടത് എന്ന കെട്ട മനസ്സുള്ള ആളുകളും നമ്മുടെ ചുറ്റുഭാഗത്ത് ഉണ്ടായിരുന്നു. മനസ്സിലായോ? അപ്പോൾ ഡീമോട്ടിവേഷൻ ചെയ്യാനും മോട്ടിവേഷൻ ചെയ്യാനും ആളുകൾ
എൻ്റെ ചുറ്റുപാടിലും ഉണ്ടായിരുന്നു. ഞാൻ മോട്ടിവേഷൻ ചെയ്യണ ആളുകളെ കണ്ടിട്ടേയില്ല എന്നൊരു രീതിയിലായിരുന്നു എൻ്റെ ജീവിതം. നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകളുടെ ഒപ്പം അല്ലെങ്കിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാത്ത ആളുകൾ നമ്മുടെ ചുറ്റുഭാഗം ഉണ്ടെങ്കിൽ നമുക്ക് ആ ആളുകൾ നമ്മുടെ മുന്നിലില്ല, ആ ലോകത്ത് നമ്മുടെ ലോകത്ത് ഓരില്ല എന്ന് തന്നെ ചിന്തിക്കുക. നമ്മളവരെ കണ്ടിട്ടില്ലാന്നേ, നമ്മളവരെ കാണുന്നുമില്ല, നമ്മൾക്ക് അവരുടെ മുന്നിൽ വരുന്നുമില്ല. ആ ഒരു രീതിക്ക് നമ്മൾ മുന്നോട്ട് പോവാം. നമ്മളാരെ കാണുന്നത്? നമ്മളെ വിജയിപ്പിക്കുന്ന ആളുകളെ, അല്ലെങ്കിൽ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളെ, നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്ന ആളുകളെ. അത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. വേറെയുള്ള ആളുകളൊന്നും നമ്മൾ കാണുന്നില്ല, അവരായിട്ട് നമുക്ക് സമ്പർക്കമില്ല. ആ ഒരു രീതിയിൽ മാത്രം മുന്നോട്ട് പോവാം. ഇപ്പോൾ ആരുടെ സ്റ്റോറി ആണെങ്കിലും ഇനി എൻ്റെ സ്റ്റോറി ആണെങ്കിലും അതിലും കുറേ സങ്കടങ്ങളും ഉണ്ട്, സന്തോഷങ്ങളും ഉണ്ട്. എന്നാൽ സക്സസിൻ്റെയും സന്തോഷത്തിൻ്റെയും കാര്യങ്ങൾ നമുക്ക് ഒരാളോട് പറയുമ്പോൾ നമുക്കൊരു ഫീലിംഗ് വരാനുണ്ട്. ആ ഒരു ഫീലിംഗാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. എന്നാൽ സങ്കടങ്ങൾ വേറെയുള്ളവരോട് പറയുമ്പോൾ നമുക്ക് വീണ്ടും ആ സങ്കടങ്ങൾ ആലോചിച്ചിട്ട് വീണ്ടും ഒരു ഇറിറ്റേഷൻ വരാനുണ്ട്. അപ്പോൾ അത് ഞാൻ ആഗ്രഹിക്കണില്ല. അതുകൊണ്ട് എൻ്റെ സങ്കടങ്ങളൊക്കെ ഞാൻ ഒതുക്കി വെച്ചിട്ട് അതാരോടും പറയാതെ എൻ്റെ സന്തോഷങ്ങളും എൻ്റെ സക്സസ്സുകളും മാത്രം ഞാൻ നിങ്ങളുടെ അടുത്ത് മുന്നിൽ കാണിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇനി മുന്നോട്ടുള്ള വീഡിയോസിൽ എൻ്റെ സക്സസിൻ്റെ സ്റ്റോറികളും അതുപോലെ ഞാനും പറയുന്ന കുറേ സ്റ്റിച്ചിങ്ങിൻ്റെ ടിപ്സുകളും കുറേ പല പല മോഡലുകളും ആണ് ഞാൻ ഈ ചാനലിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അതുപോലെ കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളും ഇനി എന്താണ് മുന്നോട്ട് വരുമ്പോൾ എന്തൊക്കെയാണ് കൂടുതൽ ഉൾപ്പെടുത്താൻ പറ്റുക എന്നുള്ളതും ഞാൻ നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണു. താങ്ക് യു, ബായ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് കേട്ടോ. ഇഷ്ടമായെങ്കിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് എനിക്കൊരു സമാധാനത്തിന് അതും കൂടെ ഒന്ന് ഇടണേ. എന്തെങ്കിലും നിങ്ങളുടെ റെസ്പോണ്ട് എന്താണ്, നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റായിട്ട് ഒന്ന് അറിയിക്കണേ.